അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. പാലത്തിന് ഇതിനായിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ നല്ല കട്ടിയുള്ള പാൽ എടുത്തിട്ടുണ്ട്. തിളപ്പിച്ച പാലൊന്നുമല്ല, അല്ല സാധാരണ പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ പാലിൽ നിന്ന് നമുക്ക് 1/4 കപ്പ് പാൽ എടുത്ത് മാറ്റാം. ഇനി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇപ്പം കസ്റ്റേർഡ് പൗഡർ എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും. ഇനി നമ്മൾ എടുത്തു വെച്ച പാലിൽ നിന്നും നമ്മൾ 1/4 കപ്പ് എടുത്ത് മാറ്റിയ പാലിൽ നിന്നും കുറച്ച് പാൽ ഈ കസ്റ്റേർഡ് പൗഡറിലേക്ക് ഒഴിച്ച് ഒന്ന് കലക്കിയെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ കലക്കിയെടുക്കുക. ഇപ്പം കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഇതാ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1/4 കപ്പ് പാലെടുത്ത് മാറ്റിയിട്ട് ബാക്കി പാലങ്ങ് ഒഴിച്ചു കൊടുക്കാം. ലിറ്ററിൽ 1/4 കപ്പ് പാല് കസ്റ്റേർഡ് പൊടി കലക്കിയെടുക്കുന്നതിന് എടുത്തിട്ട് ബാക്കി പാൽ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പാലൊന്ന് ചൂടാവട്ടെ. അതിനിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കുറച്ച് ചേർത്ത് കൊടുത്താലും മതി. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. പാല് തിളച്ച് പോകരുത്, നല്ലതുപോലെ ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ പാല് നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ച കസ്റ്റേർഡിന്റെ മിക്സ് ഉണ്ടല്ലോ, അത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇളക്കിയില്ല എന്നുണ്ടെങ്കിൽ കസ്റ്റേർഡ് പൗഡർ അടിയിൽ പോയി തങ്ങി നിൽക്കും. നല്ലതുപോലെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ച് ഇളക്കി കൊടുക്കുക. കസ്റ്റേർഡിന്റെ മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈവിടാതെ ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇപ്പോൾ അതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. കൈവിടാതെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് ഒരു 10 സെക്കൻഡെങ്കിലും ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 10 സെക്കൻഡും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഒരു 10 സെക്കൻഡ് ആയിട്ടുണ്ട്. അപ്പം നല്ലോണം അത് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് കുറുകിയിട്ടൊന്നുമില്ല, ഈ ഒരു പരുവത്തിന് വേണം എടുക്കാനായിട്ട്. ഒരുപാടങ്ങ് നമ്മൾ കസ്റ്റേർഡ് പൗഡർ ഇട്ട് കുറുക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിക്ക് എടുക്കുക. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി കിട്ടും. ഇപ്പം നല്ല ചൂടാണ്. ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ഇതാ മാറിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കട്ട കെട്ടിപ്പോവും. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീമാണ്. 1 കപ്പ് ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പാല് തിളപ്പിച്ചിട്ട് പാട നമ്മൾ മാറ്റി ഫ്രീസറിലൊക്കെ വെക്കൂലേ, പാല് തിളപ്പിച്ചിട്ട് നമ്മൾ അതിൻ്റെ പാട എടുത്ത് നമ്മൾ ശേഖരിച്ച് ഒരു ബൗളിലാക്കി വെക്കില്ലേ, അപ്പോൾ നല്ല കട്ടിയുള്ള ക്രീം കിട്ടുമല്ലോ. അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 1/2 കപ്പ് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ തീരെ ഇല്ലാന്നുണ്ടെങ്കിൽ 1/2 കപ്പെങ്കിലും ചേർത്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ പ്രത്യേക ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ജസ്റ്റ് എല്ലാം കൂടിയിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ എല്ലാം കൂടിയിട്ട് 1 മിനിറ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ അടിച്ചെടുത്തതെല്ലാം കൂടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്നും ചേർത്തിട്ടില്ല, വാനില എസൻസ് ഒന്നും ചേർത്തിട്ടില്ല. നമ്മളെടുത്ത കസ്റ്റേർഡ് പൗഡറിൽ വാനില എസൻസിൻ്റെ ഫ്ലേവർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ വാനില എസൻസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വാനില എസൻസ് വേണ്ടാന്നുണ്ടെങ്കിൽ കസ്റ്റേർഡ് പൗഡറിൽ തന്നെ വാനില ഫ്ലേവർ ഉണ്ട്, അപ്പോൾ അത് മതിയാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ് മിൽക്ക് എടുക്കാവുന്നതാണ്. പഞ്ചസാര ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക. കണ്ടൻസ് മിൽക്ക് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതെടുക്കുക. ഏത് വേണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇത് മൂടി വെച്ച് ഓവർനൈറ്റ് നമുക്ക് ഫ്രീസറിൽ വയ്ക്കാം. ഇപ്പോൾ നമ്മൾ ഐസ്ക്രീം ഫ്രീസറിൽ വെച്ചിട്ട് 8 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് എടുത്തിട്ടുള്ളതാണ്. അപ്പം എടുത്ത ഉടനെ നമ്മൾ സ്കൂപ്പ് ചെയ്തെടുക്കരുത്. ഫ്രീസറിൽ നിന്നും ഐസ്ക്രീം എടുത്തിട്ട് 1-2 മിനിറ്റ് കഴിഞ്ഞിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് എന്തെങ്കിലും നട്ട്സോ അല്ലെങ്കിൽ ട്യൂട്ടി ഫ്രൂട്ടിയോ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ട്യൂട്ടി ഫ്രൂട്ടി 3 കളറിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ട്യൂട്ടി ഫ്രൂട്ടി ഒന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. സ്കൂപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര ക്രീമി ആയിട്ടാണ് ഐസ്ക്രീം കിട്ടിയിട്ടുള്ളതെന്ന്. സ്മൂത്തായിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം.
അപ്പോൾ കടയിൽ നിന്നും ഐസ്ക്രീമൊക്കെ വില കൊടുത്ത് വാങ്ങാതെ ഇതുപോലെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ നമുക്ക് ഐസ്ക്രീം തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ചൂട് സമയമാണ്, അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും ഇതുപോലെ ഐസ്ക്രീമൊക്കെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ. ക്രീമി ആയിട്ട് ഇരിപ്പുണ്ട്, കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കുട്ടികൾക്ക് ഇതുപോലെ ഐസ്ക്രീമൊക്കെ തയ്യാറാക്കി കൊടുക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്